നമസ്കാരം. ആരോഗ്യരംഗത്തിന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ശക്തമായിട്ടുള്ള മഴയാണ്. മഴ നിലനിൽക്കുന്നതോടൊപ്പം തന്നെ പകർച്ചവ്യാധികൾ പടരാനുള്ള സാധ്യതയും ഏറെയാണ്. പ്രത്യേകിച്ച് പലതരത്തിലുള്ള പനികളാണ് ഇന്ന് കണ്ടുവരുന്നത്. ഏതൊക്കെ തരത്തിലുള്ള പകർച്ചവ്യാധികളാണ് ഈ ഒരു മഴക്കാല രോഗവുമായി ബന്ധപ്പെട്ടുണ്ടാകുന്നത് എന്നാണ് ഇന്ന് ആരോഗ്യരംഗം ചർച്ച ചെയ്യുന്നത്. ഈ വിഷയത്തെക്കുറിച്ച് നമ്മളോട് സംസാരിക്കുന്നത് ചെമ്മന്തിട്ട പുനർജനി ആയുർ ക്ലിനിക്കിലെ ചീഫ് ഫിസിഷ്യൻ ഡോക്ടർ നയന രാജ്. ഡോക്ടർ നമസ്കാരം, ആരോഗ്യരംഗത്തിലേക്ക് സ്വാഗതം. ഡോക്ടർ, മഴ അങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. പ്രത്യേകിച്ച് നമുക്കറിയാം ഇന്ന് പലതരത്തിലുള്ള പനി, അതല്ലാതെ തന്നെ മഴക്കാല രോഗങ്ങളുടെ ഒരു വലിയൊരു ഒരു വെല്ലുവിളി എന്ന് വേണമെങ്കിൽ പറയാം. അതുപോലെയാണ് ഇന്ന് മഴക്കാല രോഗങ്ങൾ പടർന്നു പിടിക്കുന്നത്. അപ്പോൾ സാധാരണയായിട്ട് ഈ ഒരു മഴക്കാലത്ത് കണ്ടുവരുന്ന രോഗങ്ങൾ ഏതൊക്കെയാണ്? നമ്മൾ സാധാരണഗതിയിൽ ഈ ഒരു മഴക്കാലം എന്ന് പറയുമ്പോൾ തന്നെ ഈ ഒരു കാലാവസ്ഥയിൽ പൊതുവേ നമ്മുടെ എല്ലാവരുടെയും രോഗപ്രതിരോധ ശക്തി കുറഞ്ഞിരിക്കുന്ന ഒരവസ്ഥയാണ്. ഇതോടൊപ്പം തന്നെ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുന്ന ഓരോ ദോഷങ്ങളുടെ വ്യതിയാനങ്ങൾ ഇത് പല രീതിയിലുള്ള അസുഖങ്ങളിലേക്ക് നമ്മളെ വഴിയെത്തിക്കാം. പക്ഷേ ഇത് കൂടുതലായും ഉണ്ടാക്കാനുള്ളൊരു സാധ്യത എന്ന് പറയുന്നത് നമ്മൾ കൃത്യമായിട്ടുള്ള രീതിയിൽ നമ്മൾ പ്രതിരോധ ശക്തി കൂട്ടുന്നതിനുള്ള എന്തെങ്കിലും കാര്യങ്ങളൊന്നും നമ്മൾ മുൻകൂറായിട്ട് എടുക്കാത്തത് കൊണ്ട് തന്നെയാണ് ഇത്ര അധികം രോഗങ്ങൾ നമ്മുടെ മുന്നിൽ നിന്ന് എത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരു മെയിൻ റീസൺ എന്ന് പറയുന്നത് പ്രതിരോധ ശേഷി കുറഞ്ഞത് കൊണ്ടാണ് ഇത്തരത്തിൽ പകർച്ചവ്യാധികൾ പടർന്നു പിടിക്കാൻ ഏറ്റവും വലിയൊരു കാരണം. തീർച്ചയായിട്ടും. കാരണം നമുക്ക് ഈ ഒരു കാലാവസ്ഥ എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് ഒരിക്കലും മഴക്കാലം എന്ന് പറഞ്ഞാൽ ഇത് പൂർണ്ണമായിട്ടും മഴക്കാലം മാത്രമല്ല, നമുക്ക് ഇതിനോടൊപ്പം തന്നെ ഇടയിൽ വരുന്ന ശക്തിയായിട്ടുള്ള വെയിൽ, ഇത് നമ്മുടെ ഉണ്ടാവുന്ന ഒരു ഹ്യൂമിഡിറ്റി, ഊഷ്മാവ് ഭയങ്കരമായിട്ട് കൂട്ടുന്നുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ പല തരത്തിലുള്ള രോഗങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം അത് മാത്രമല്ല, ഇത് നമുക്ക് വായുവിലൂടെ വരുന്നത്, അതുപോലെ തന്നെ ജലത്തിലൂടെ പകരുന്നത്, വാഹക ജീവികളിലൂടെ വരുന്നത്, അങ്ങനെ പലതരത്തിലും നമുക്ക് ഈ ഒരു രീതിയിലുള്ള പകർച്ചവ്യാധികൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ കൂടുതലായിട്ട് പനിയാണ് കണ്ടുവരുന്നത്. എനിക്ക് തോന്നുന്നു ഓരോ ദിവസവും കണക്കുകൾ മുഴുവൻ പുറത്ത് വിടുന്നില്ല എന്ന് വരെ പറയുന്നു. കാരണം അത്തരത്തിലാണ് ആളുകൾക്ക് പനി. അത് പ്രത്യേകിച്ച് ഡെങ്കിപ്പനി, എലിപ്പനി, അങ്ങനെ ഏതൊക്കെ തരത്തിലുള്ള പനികളാണ് ഡോക്ടർ ഇപ്പോൾ കാണുന്നത്? നമ്മൾ വീട്ടിലൊരു കണക്ക് നോക്കുകയാണെങ്കിൽ ഇപ്പം എനിക്ക് തോന്നുന്നു ഈ ഒരു പ്രോഗ്രാം കാണുമ്പോൾ തന്നെ മിക്കവരും ഒരു വീട്ടിൽ ഒരാളെങ്കിലും പനിച്ചിട്ടായിരിക്കും ഇരിക്കുന്നുണ്ടാവും. അത്രയധികം പനി പോലുള്ള ബുദ്ധിമുട്ടുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൽ തന്നെ ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ കണ്ടുവരുന്ന ഒരു കംപ്ലയിൻ്റ് ആണ് വൈറൽ ഫീവർ. അപ്പോൾ വൈറൽ ഫീവർ എല്ലാവർക്കും അറിയുന്നുണ്ടാകുമ്പോൾ ഒരാൾക്ക് വരികയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ വീട്ടിലെല്ലാവർക്കും ഇത് വരുന്ന ആ ഒരു രീതിയിലാണ്. കാരണം നമ്മൾ കോവിഡൊക്കെ വന്ന സമയത്ത് കോവിഡും ഒരു രീതിയിൽ ഒരു വൈറൽ പനി തന്നെയാണ്. അപ്പം നമ്മൾ എടുത്തു പറയട്ടെ, ഇതിൽ തന്നെ നമ്മൾ പറയുന്ന ഒരുപാട് കേസുകളിലും നമുക്ക് കോവിഡിനോട് സമാനമായ ലക്ഷണങ്ങൾ തന്നെയാണ് പനിയിട്ട് വരുന്നത്. പക്ഷെ നമ്മൾ കോവിഡ് എന്നൊരു സമയം വന്നപ്പോൾ നമ്മൾ മിക്ക ആളുകളും അത്രയധികം ജാഗരൂകരായിരുന്നു. ഓരോ കാര്യത്തിലും നമ്മൾ അത്രയധികം ശ്രദ്ധ പുലർത്തിയിരുന്നു. നമ്മൾ മാസ്ക് ഇല്ലാതെ ഒരാൾ പോലും പുറത്തിറങ്ങില്ലായിരുന്നു. ഈവൻ വീട്ടിൽ തന്നെ ഒരാൾക്ക് പനി വന്നാലും നമ്മൾ മാസ്ക് ധരിക്കുക എന്നുള്ള ആ ഒരു രീതിയിലേക്ക് എല്ലാവരും എത്തിയിരുന്നു. പക്ഷെ ഇതെല്ലാം എന്താ പറയാ, നമ്മളെല്ലാവരും ആ ഒരു കാര്യങ്ങളൊക്കെ പാടെ മറന്ന സമയത്ത്, കോവിഡിന്റെ സമയത്ത് മറ്റുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ വളരെ കുറവായിരുന്നു എന്നാണ് വിലയിരുത്തപ്പെട്ടിരുന്നത്. തീർച്ചയായിട്ടും. അപ്പൊ ഈ ഒരു രീതിയിൽ നമുക്ക് മറ്റൊരാളിൽ നിന്ന് പകരാവുന്ന രീതിയിലുള്ള അസുഖങ്ങളൊക്കെ ഒരു പരിധി വരെ കുറവായിരുന്നു. കാരണം നമ്മളത് സേഫ്റ്റി മെഷേഴ്സ് കൃത്യമായി പാലിച്ചത് കൊണ്ടാണ്. ഒരിക്കലും നമുക്ക് വരാനുള്ള സാധ്യത അപ്പോഴും അവിടെ തന്നെ ഉണ്ടായിരുന്നു. പക്ഷെ കുറച്ച് സേഫ്റ്റി മെഷേഴ്സ് നമുക്ക് എടുത്തിരുന്നെങ്കിൽ ഇപ്പോഴും നമുക്ക് ഈ രീതിയിലുള്ള വൈറൽ ഫീവറൊക്കെ നമുക്ക് നല്ല രീതിയിൽ നമുക്ക് കുറയ്ക്കാനായി സാധിക്കും. കാരണം ഈ വൈറൽ ആയിട്ടുള്ളത് കൂടുതലും വായുവിലൂടെയാണ് പകരുന്നത്. അപ്പം നമ്മൾ അവരുപയോഗിക്കുന്ന വസ്ത്രങ്ങൾ അല്ലെങ്കിൽ അവരുമായിട്ട് സമ്പർക്കം വരുമ്പോൾ ഉണ്ടാകുന്ന ആ വായുവിൻ്റെ ഇതൊക്കെ നമുക്ക് മറ്റൊരാളിലേക്ക് ഈ ഒരു അസുഖം, ഈ ഒരു വൈറസ് പകരുന്നതിനൊരു കാരണമാവുന്നുണ്ട്. അപ്പം നമുക്ക് ഈ വൈറൽ ഫീവറിൻ്റെ തന്നെ ഏറ്റവും വലിയൊരു ലക്ഷണം എന്ന് പറയുന്നത് ശക്തിയായിട്ടുള്ള പനിയാണ്. നമുക്ക് വന്നവർക്ക് അറിയാം അത്രയധികം ബുദ്ധിമുട്ടാണ്. അനുബന്ധമായി ഉണ്ടാകുന്ന കടുത്ത ക്ഷീണം, അതോടൊപ്പം തന്നെ നമുക്ക് ഉണ്ടാകുന്ന തലവേദന എന്ന് പറയുമ്പോൾ നമുക്ക് യൂഷ്വലി സാധാരണ നമുക്ക് ആ പനിയുടെ ഒരു തീവ്രത കുറയുമ്പോൾ തലവേദന കുറയുന്നതായിട്ട് കാണാറുണ്ടെങ്കിലും ഈ ഒരു വൈറൽ പനിക്ക് ഈ തലവേദന അതിനേക്കാൾ രൂക്ഷമാണ്. അതായത് പനിയേക്കാൾ കൂടുതൽ ആളുകൾ പറയുന്നൊരു ബുദ്ധിമുട്ട് പനിയല്ല ബുദ്ധിമുട്ട്, എനിക്ക് തലവേദനിച്ചിട്ട് എനിക്ക് നിൽക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ഒരു കാര്യം കൃത്യമായിട്ട് ചെയ്യാൻ പറ്റുന്നില്ല, അത്രയധികം ക്ഷീണം. ഇനി ഇതൊക്കെ കഴിഞ്ഞാൽ, അതായത് പനി ഒന്ന് മാറുന്നതോട് കൂടി തന്നെ അവർക്ക് ഉണ്ടാകുന്ന ഒരു ചുമ, അത് നല്ല ശക്തിയായിട്ടുള്ളൊരു കുത്തിച്ചുമയാണ്. അതായത് കഫം കൂടുതലായിട്ട് വരിക എന്നുള്ളതല്ല, അതിനേക്കാളേറെ നമുക്ക് കുത്തി ഇങ്ങനെ ചുമച്ചുകൊണ്ടിരിക്കുക, എന്തെങ്കിലും സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ശക്തമായിട്ടൊരു ചുമ വരിക. അപ്പം ആ ഒരു ചുമയാണ് മിക്കവാറും ക്രോണിക് ആയിട്ട് മാറുന്നതാണ്. കാരണം മിക്ക ആളുകളും പനി മാറിയിട്ട് 1-2 മാസമായി എനിക്ക് ഇപ്പോഴും ചുമ വിട്ടുപോയിട്ടില്ല എന്നുള്ള രീതിയിൽ കംപ്ലൈൻറ്റ് പറയുന്ന ആളുകളുണ്ട്. അപ്പോൾ വൈറൽ ഫീവറിൻ്റെ ഒരു പ്രധാന ലക്ഷണം എന്ന് പറയുന്നത് ഇതൊക്കെ തന്നെയാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമുക്ക് ഇതൊരു പരിധി വരെ മറ്റുള്ളവരായിട്ടുള്ള സമ്പർക്കം, ഒരാൾക്ക് രോഗിയാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ
നമ്മൾ മുൻപ് കോവിഡിൻ്റെ സമയത്ത് എന്തൊക്കെയായിരുന്നു സേഫ്റ്റി മെഷേഴ്സ് സ്വീകരിച്ചിരുന്നത്, അത് തന്നെ ഒന്നും കൂടി ആ ഒരു രീതിയിൽ നമ്മൾ മുന്നോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ഒരു പരിധി വരെ ഇത് അടുത്തൊരു വ്യക്തിയിലേക്ക് പകരുന്നത് നമുക്ക് തടയാനായി സാധിക്കും. ഡോക്ടർ, ഇപ്പോൾ വൈറൽ ഫീവറിന്റെ കാര്യം പറഞ്ഞു. ഇപ്പോൾ ഡെങ്കിപ്പനി, എലിപ്പനി, ഇപ്പോൾ ഇതൊക്കെ നമുക്ക് ലക്ഷണങ്ങളിൽ കൂടെ തിരിച്ചറിയാൻ പറ്റുമോ ഇന്നൊരു പനിയാണ് എന്നുള്ളത്? നമുക്ക് യൂഷ്വലി ഇപ്പോൾ ഡെങ്കിപ്പനി ഈ പറഞ്ഞ പോലെ ഈ ഒരു കാലാവസ്ഥയിൽ വളരെ കോമൺ ആണ്. കാരണം നമുക്കറിയാം ഈഡിസ് ഈജിപ്തി എന്ന് പറയുന്ന തരമുള്ള ഒരു കൊതുകാണ് ഇത് പരത്തുന്നത്. ഇത് എവിടെയാണ് വളരുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം. യൂഷ്വലി നമ്മൾ വെള്ളം കെട്ടിക്കിടക്കുന്ന ഏതൊരു സാഹചര്യം ഉണ്ടെങ്കിലും അവിടെ നമുക്ക് കൊതുക് പെറ്റ് പെരുകുന്നതിനൊരു കാരണമാവുന്നുണ്ട്. അപ്പം അത് നമുക്ക് മുൻകൂട്ടി അറിയാം. നമുക്ക് ഈ മഴക്കാലം വന്നു കഴിഞ്ഞാൽ യൂഷ്വലി കൊതുകിൻ്റെ ആ ഒരു ഇത് കൂടുതലായിരിക്കും. അപ്പം അത് അറിയുന്ന ഒരു ആളുകൾ എന്താ ചെയ്യേണ്ടതാണ്, മുൻകൂട്ടി അത് പ്രതിരോധിക്കാനുള്ള മാർഗങ്ങൾ സ്വീകരിക്കുക എന്നുള്ളതാണ് അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെയ്യേണ്ടത്. കാരണം ഏത് തരത്തിലുള്ള പനിയാണെങ്കിലും നമുക്കത് വന്നു കഴിഞ്ഞാൽ ഉണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ വളരെ തീവ്രം തന്നെയാണ്. അത് യൂഷ്വലി ഓരോരുത്തരുടെ ആരോഗ്യാവസ്ഥയെ ആശ്രയിച്ചിരിക്കും. അപ്പം എല്ലാ ആളുകളും അത്ര ആരോഗ്യത്തോടെ ഇരിക്കുന്നവരല്ല. ഒരു ആരോഗ്യമുള്ള ഒരു വ്യക്തിക്ക് പനി വന്നാലും അവർക്ക് ഒരു തരത്തിൽ അത് ഒന്ന് ചെറുത്ത് നിൽക്കാനുള്ള ഒരു ശേഷി ഉണ്ടാകും. പക്ഷെ തീരെ ആരോഗ്യം കുറഞ്ഞൊരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും അവരെ വളരെ സാരമായിട്ട് തന്നെ ബാധിക്കുന്നുണ്ട്. ഇപ്പം ഡെങ്കിപ്പനി ആണെന്നുണ്ടെങ്കിൽ യൂഷ്വലി നമുക്കതൊരു സാധാരണ പനി പോലെ ആയിരിക്കും സ്റ്റാർട്ട് ചെയ്യുക. സാധാരണ പനി പോലെ തുടങ്ങി ഒരു 3-ാമത്തെ ദിവസമൊക്കെ ആകുമ്പോഴേക്കും ഇവർക്ക് കണ്ണൊക്കെ ഒരു റെഡ്നെസ്, നമുക്ക് കണ്ണൊക്കെ ചുവന്ന് വരിക. അതുപോലെ തന്നെ ശരീരത്തിലാകെ ചെറിയ രീതിയിലുള്ള ചുവന്ന കുരുക്കൾ പ്രത്യക്ഷപ്പെടാനായിട്ട് തുടങ്ങും. അതോടൊപ്പം തന്നെ ഉണ്ടാകുന്ന ശക്തമായിട്ടുള്ള എല്ല് നുറുങ്ങുന്ന പോലുള്ള വേദന. ഈ എല്ല് നുറുങ്ങുന്ന പോലുള്ള വേദന ഉള്ളത് കൊണ്ട് തന്നെ ഡെങ്കിപ്പനിക്ക് നമ്മൾ ബ്രേക്ക് ബോൺ ഡിസീസ് അല്ലെങ്കിൽ ബ്രേക്ക് ബോൺ ഫീവർ എന്നൊക്കെ പറയും. കാരണം അത്രയും നമുക്ക് ശരിക്കും ഒരാളെ എല്ല് പിടിച്ച് പൊട്ടിച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണ് വേദന ഉണ്ടാവുക, അതേ രീതിയിൽ ബോഡി പെയിൻ ഭയങ്കര കൂടുതലായിരിക്കും. അപ്പൊ ഡെങ്കിപ്പനിക്ക് അതാണ് ഒരു പ്രധാന ലക്ഷണം എന്ന് പറയുന്നത്. പക്ഷെ യൂഷ്വലി ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് എല്ലാ പനികൾക്കും ഒരു പരിധി വരെ ഈ ലക്ഷണങ്ങളൊക്കെ സിമിലർ ആയിട്ട് ആർക്കും ഇതിപ്പോ എത്രത്തോളം തീവ്രത നമുക്ക് അളക്കാനായി സാധിക്കും. എല്ലാ പനിക്കും ബോഡി പെയിൻ വളരെ കോമൺ തന്നെയാണ്. പക്ഷെ ഇതൊരു എടുത്തു പറയാനുള്ള ലക്ഷണമാണ്. മാത്രമല്ല നമുക്ക് പനിയൊക്കെ തുടങ്ങിയ ഒരു 3 ഡേയ്സിന് ശേഷമാണ് നമ്മൾ യൂഷ്വലി ഈ ഒരു ടെസ്റ്റ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാനായി സാധിക്കും. അപ്പൊ യൂഷ്വലി എന്തായാലും ഡോക്ടേഴ്സ് എന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചെന്ന് കഴിഞ്ഞ് ഒരു 3 ദിവസം കഴിഞ്ഞിട്ടും മാറിയില്ലെങ്കിൽ ഒന്നുകൂടി ടെസ്റ്റ് ചെയ്യാൻ വരാനായിട്ട് പറയും. കാരണം അപ്പോഴാണ് നമുക്ക് കൃത്യമായിട്ടുള്ള അതിനൊരു ഇൻക്യുബേഷൻ ടൈം കൃത്യമാവുന്നതും നമുക്ക് കൃത്യമായിട്ട് ഇതാണ് രോഗം എന്ന് കൺഫേം ചെയ്യാനായിട്ട് സാധിക്കാറുള്ളത്. അപ്പോൾ യൂഷ്വലി ഒരു വൈറൽ ഫീവർ ഒക്കെ ആണെങ്കിൽ 3 ഡേയ്സിനുള്ളിൽ തന്നെ നമ്മുടെ ആ ഒരു ലക്ഷണങ്ങളെ സബ്സൈഡ് ചെയ്യുന്നതായിട്ട് 3 ദിവസത്തിന് ശേഷം പനിയുടേതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ കാണുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള പനിയാണെന്ന് സംശയിക്കാം. തീർച്ചയായിട്ടും നമ്മൾ സംശയിക്കേണ്ടതായിട്ടുണ്ട്. ഏത് തരത്തിലുള്ള പനിയാണെങ്കിലും ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പൊ ഡെങ്കിപ്പനി ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു കോംപ്ലിക്കേഷൻ എന്ന് പറയുന്നത് നമ്മുടെ പ്ലേറ്റ്ലെറ്റ്സിന്റെ അളവ് കുറഞ്ഞു വരും. ഈ പ്ലേറ്റ്ലെറ്റ്സിന്റെ അളവ് കുറഞ്ഞു വരുമ്പോൾ നമുക്ക് ഇന്റേണൽ ബ്ലീഡിങ് ഉണ്ടാവാനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഈ ഒരു വ്യക്തിക്ക് BP കുറഞ്ഞു പോകാനും അതുമൂലം മരണം സംഭവിക്കാൻ വരെ സാധ്യതയുള്ള ഒരു രോഗമാണ്. അപ്പോൾ ഏതൊരു രോഗം, അപ്പോൾ നമ്മൾ വൈറൽ പനി ആണെന്നുണ്ടെങ്കിൽ കൃത്യമായി ചികിത്സിച്ചില്ല എന്നുണ്ടെങ്കിൽ അത് കോംപ്ലിക്കേഷൻസിലേക്ക് പോകാനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പോൾ ഏതൊരു പനിയാണെങ്കിലും നമ്മൾ ഒരു കാരണവശാലും വീട്ടിൽ തന്നെയുള്ള പൊടിക്കൈകളും വെച്ചിട്ട് നമ്മൾ ഇരിക്കരുത്. തീർച്ചയായിട്ടും ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം തന്നെയുള്ള ട്രീറ്റ്മെന്റ് ഈ ഒരു കാലഘട്ടത്തിൽ അനിവാര്യം തന്നെയാണ്. അതുപോലെ തന്നെ ഡോക്ടർ, ഈ ഒരു സമയത്ത് നമ്മുടെ ഫുഡിലൂടെ തന്നെ പ്രത്യേകിച്ച് ഛർദി, വയറിളക്കം പോലുള്ള ബുദ്ധിമുട്ടുകൾ കൂടുതലായിട്ട് കണ്ടുവരുന്നുണ്ട്. അതെങ്ങനെയാണ് ഈ ഒരു സമയത്ത് അങ്ങനെയുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടാകുന്നത്? നമ്മൾ സാധാരണഗതിയിൽ ആയുർവേദത്തിൽ തന്നെ നമ്മൾ ഓരോ ഋതുക്കളിലും നമ്മൾ കഴിക്കേണ്ട ആഹാരങ്ങൾ എന്താണ്, ഒഴിവാക്കേണ്ടത് എന്തെല്ലാമാണെന്ന് കൃത്യമായിട്ട് പ്രതിപാദിക്കുന്നുണ്ട്. ഒരു പരിധി വരെ നമ്മുടെ വീട്ടിലുള്ള വയസ്സായവരൊക്കെ ഉണ്ടെങ്കിൽ അവർക്കും അറിയാം ഇപ്പം ഈ സമയത്ത് ഇന്ന കാര്യങ്ങളെ കഴിക്കാൻ പാടുള്ളൂ, ഇത് കഴിക്കരുത് എന്നൊക്കെ പറയുമ്പോഴും നമ്മുടെ ഇന്നത്തെ ഒരു ജനറേഷൻ മിക്കവാറും ഈ ഒരു രീതിയിൽ യാതൊരു രീതിയിലുള്ള കരുതലുകളും എടുക്കുന്നില്ല എന്ന് വേണം കരുതാനായിട്ട്. അവർക്ക് എന്താണ് ഇഷ്ടം അത് തന്നെ തുടർന്നുകൊണ്ട് പോവുക എന്നുള്ളതാണ്. നമ്മൾ ഈ ഒരു മഴക്കാലത്ത് പൊതുവേ നമ്മുടെ ദഹനം വളരെ കുറഞ്ഞൊരളവിലാണ് ഉണ്ടായിരിക്കുക. അപ്പം അതുകൊണ്ട് തന്നെ ഈ ദഹനത്തിൽ നമുക്ക് നല്ല ഹെവി ആയിട്ടുള്ളൊരു ഫുഡൊക്കെ കഴിക്കുന്ന സമയത്ത് അത് ദഹിക്കാൻ അല്പം ബുദ്ധിമുട്ടുണ്ടാവുകയും അതല്ലെങ്കിൽ ദഹിക്കാത്തൊരു വസ്തുവായിട്ട് ആമം എന്ന് പറയുന്നത് ഒരു വിഷത്തിന് തുല്യമായിട്ടുള്ള ദഹിക്കാത്തൊരു വസ്തു തന്നെയാണ്. ഇത് നമ്മുടെ ഇൻറ്റസ്റ്റൈനിൽ കെട്ടിക്കിടക്കുകയും ഇത് പിന്നീട് നമ്മുടെ ശരീരത്തിൻ്റെ പ്രതിരോധ ശക്തി കുറയ്ക്കുന്നതിനും പലതരത്തിലുള്ള രോഗങ്ങൾ വരുത്തുന്നതിനും ഒരു കാരണമാവുന്നുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ ഒരു കണ്ടീഷൻ വയറിളക്കം, ഛർദിയൊക്കെ നമുക്ക് വളരെ കോമൺ ആയിട്ട് ഈ ഒരു സമയത്ത് കാണാറുണ്ട്. അപ്പം അതിൽ തന്നെ ഫുഡ് പോയ്സണിങ് ആവാം. ഫുഡ് പോയ്സണിങ് ഞാൻ പറയുന്നത് ഈ ഒരു സമയത്ത് അത് വരാനുള്ള സാധ്യത താരതമ്യേന കൂടുതലാണ്. കാരണം നമുക്ക് പൊതുവേ ശരീരത്തിന് ആ ഒരു ദഹനം കൃത്യമായിട്ടല്ല നടക്കുന്നത്. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ കഴിക്കുന്നത് നല്ല ഹെവി ആയിട്ട് ഇപ്പം നമ്മൾ മയണൈസൊക്കെ ചേർത്തിട്ടുള്ള ഇതൊക്കെ കഴിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി അത് ദഹിക്കാൻ നമ്മുടെ ശരീരത്തിന് അല്പം ബുദ്ധിമുട്ടുണ്ടാവും. അപ്പം നമുക്ക് ഈ പറയുന്ന രീതിയിലുള്ള
ദഹനത്തിന് ഉണ്ടാവുന്ന ദഹനക്കേടുകളും അത് പിന്നീട് വയറിളക്കം, ഛർദി പോലുള്ള പ്രശ്നങ്ങളിലേക്കും എത്തിക്കാവുന്നതാണ്. അപ്പോൾ യൂഷ്വലി വയറിളക്കം, ഛർദിയൊക്കെ വന്നു കഴിഞ്ഞാൽ ഒറ്റയടിക്ക് നമ്മൾ ആൻറ്റി എമിറ്റിക്സും അല്ലെങ്കിൽ അതങ്ങനെ സ്റ്റോപ്പ് ചെയ്യുന്ന രീതിയിലുള്ള മെഡിസിൻസ് കഴിക്കുമ്പോൾ പിന്നീട് ഈ മഴക്കാലമൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഒന്ന് സൂക്ഷിച്ചു നോക്കിയാൽ അറിയാം, ഇതൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ മിക്കവാറും സ്കിൻ റിലേറ്റ് ചെയ്തിട്ടുള്ള കണ്ടീഷൻസ് കുറച്ച് വളരെ കൂടുതലാണ് ഈ ഒരു സമയത്ത്. അതായത് മഴക്കാലമൊക്കെ കഴിഞ്ഞിട്ട് ഇനി വരുന്ന ഒരു കാലാവസ്ഥയിൽ വരുമ്പോഴായിരിക്കും മിക്ക ആളുകളും സ്കിൻ റിലേറ്റ് ചെയ്തിട്ടുള്ള കണ്ടീഷൻസ് കൂടുതലായിട്ട്, പ്രത്യേകിച്ച് കാരണമൊന്നുമില്ലാതെ ദേഹത്താകെ കുരുക്കൾ പോകുന്നത് അല്ലെങ്കിൽ ദേഹമാസകലം ചൊറിച്ചിൽ, ഒരു രീതിയിലുള്ള ബുദ്ധിമുട്ടൊക്കെ പറയാറുണ്ട്. നമ്മൾ ആയുർവേദത്തിൽ ഇതിനൊരു കാരണവും പറയുന്നുണ്ട്. അതായത് നമ്മൾ ഈ ഒരു രീതിയിലുള്ള ഇപ്പോൾ വയറിളക്കം, ഛർദി എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ശരീരത്തിൽ അനാവശ്യമായി എന്തോ കെട്ടിക്കിടക്കുന്ന എന്തോ പുറന്തള്ളുന്നതിനുള്ളൊരു ശരീരത്തിൻ്റെ പ്രക്രിയ ആയിട്ടാണ് നമ്മളിതിനെ കണക്കാക്കുന്നത്. അപ്പോൾ അത് നമ്മൾ അങ്ങനെ തന്നെ സബ്സൈഡ് ചെയ്യാതെ പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്യാനുള്ള മെഡിസിൻ കൊടുക്കുമ്പോൾ സംഭവിക്കുന്നത് ഈ ഒരു ആമം നമ്മുടെ വയറിൽ തന്നെ കെട്ടിക്കിടക്കുകയും അത് പിന്നീട് നമ്മുടെ എല്ലാ ശാഖകളിലേക്ക് വ്യാപിച്ച് ഈ രീതിയിലുള്ള കുഷ്ഠം എന്ന് പറയുന്നത് സ്കിൻ റിലേറ്റ് ചെയ്തിട്ടുള്ള കണ്ടീഷൻസിലേക്ക് എത്തിക്കുന്നു എന്നൊരു കാര്യം കൂടി ഉണ്ട്. അപ്പോൾ നമ്മൾ അങ്ങനെ വരുമ്പോൾ നമ്മളിതിനെ ട്രീറ്റ് ചെയ്യേണ്ടത് പ്രധാനമായിട്ടും നമുക്ക് ദഹനത്തിന് എന്തോ ഒരു പ്രശ്നമുണ്ട്, നമുക്ക് ഇന്നത്ര സുഖമായിട്ടുള്ള ദഹനമല്ല എന്നുള്ള രീതിയിൽ തോന്നുമ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ആ ദഹനം എങ്ങനെ കറക്റ്റ് ചെയ്യാം എന്നുള്ളതാണ് നമ്മളവിടെ ചെയ്യേണ്ടത്. അതല്ലാതെ സാരമില്ല, കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ പിന്നെയും അതേ രീതിയിലുള്ള ഭക്ഷണം തന്നെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ നമ്മുടെ ശരീരത്തിനൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒരുപാട് ലക്ഷണങ്ങൾ നമ്മുടെ ശരീരം കാണിച്ചു തരുന്നുണ്ട്. അത് കൃത്യമായി അനലൈസ് ചെയ്തിട്ട് ആ ഒരു രീതിയിലുള്ള ഭക്ഷണ ക്രമീകരണങ്ങളും ജീവിത രീതികളും പിന്തുടരുകയാണെന്നുണ്ടെങ്കിൽ ഇത് അടുത്തൊരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് പോവാതിരിക്കാം. ഇനിയിപ്പോൾ ഈ വയറിളക്കും ഛർദിയൊക്കെ വരുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത് നിർജ്ജലീകരണമാണ്. അപ്പോൾ നിർജ്ജലീകരണം നമ്മുടെ ശരീരത്തിൽ ആവശ്യമുള്ള ഇലക്ട്രോലൈറ്റ്സ് എല്ലാം താവുകയും ഇങ്ങനൊരു അവസ്ഥ വരുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ് പേശി വലിച്ചിൽ. നമുക്ക് അമിതമായിട്ടുള്ള മസിൽ പെയിൻ ഇതോടനുബന്ധിച്ച് കാണാറുണ്ട്. മിക്ക ആളുകളും ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ രാത്രി കിടക്കുമ്പോൾ കാലുരുണ്ട് കയറലൊക്കെ ഈ ഒരു കാലാവസ്ഥയിൽ വളരെ കൂടുതലാണ്. പൊതുവെ വാദത്തിൻ്റെ ഒരു തീവ്രത കൂടുതലായിരിക്കും ഈ ഒരു സമയത്ത്. അതോടൊപ്പം തന്നെ നമുക്ക് ഈ നിർജ്ജലീകരണം പോലും ഈ സമയത്ത് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ദഹനത്തെ എന്തെങ്കിലും ചെറിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാവുന്ന ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് വില്വാദി ഗുളിക. നമുക്കൊരു ഫസ്റ്റ് എയ്ഡ് കിറ്റിൽ പോലെ തന്നെ നമുക്ക് സൂക്ഷിക്കാവുന്ന ഒന്നാണ് വില്വാദി ഗുളിക. കാരണം ദഹിക്കാത്ത എന്തിനേയും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വിഷത്തിന് തുല്യമായിട്ടാണ് കണക്കാക്കാറുള്ളത്. അപ്പോൾ ഏത് വിധേനയുള്ള വിഷവേഗങ്ങളെയും നമുക്ക് നല്ല രീതിയിൽ കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നതാണ് ഈ വില്വാദി ഗുളിക എന്ന് പറയുന്നത്. വില്വാദി ഗുളിക നമ്മൾ തുളസി നീരിൽ ഒപ്പം കഴിക്കാനായിട്ട് പറയാറുണ്ട്. അപ്പോൾ ഇതിങ്ങനെ കഴിക്കുമ്പോൾ നമുക്ക് ആ ശരീരത്തിൽ ആ ഒരു വിഷത്തിൻ്റെ അത് പൂർണ്ണമായും മാറ്റിയെടുക്കാൻ, അതായത് ഇനീഷ്യൽ സ്റ്റേജിൽ തന്നെ ഇതൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ അത് കൺട്രോൾ ചെയ്യാൻ, അടുത്തൊരു സ്റ്റേജിലേക്ക് പോകാതിരിക്കാൻ ഇത് സഹായിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ ഇത് തന്നെ നമ്മളൊരു വൊമിറ്റിംഗ് ഒക്കെ ആയിട്ടാണ് വരുന്നതെന്നുണ്ടെങ്കിൽ വില്വാദി ഗുളിക നമ്മൾ ഇഞ്ചിനീരിൻ്റെ ഒപ്പം കഴിക്കാനാണ് പറയാറുള്ളത്. അപ്പോൾ അത് പെട്ടെന്ന് തന്നെ നമുക്ക് ആ ഒരു ദഹനം കൃത്യമാക്കുകയും അതോടൊപ്പം തന്നെ നമുക്ക് മിക്ക ആളുകൾക്കും ദഹനക്കുറവ് ഉണ്ടാവുന്ന പ്രശ്നമാണ് വിശപ്പ് കാര്യമായിട്ട് ഉണ്ടാവില്ല. അപ്പോൾ അത് തന്നെ നമ്മുടെ ശരീരം കാണിച്ചു തരുന്ന ഒരു ലക്ഷണമാണ്. അത് നമ്മൾ കൃത്യമായി മനസ്സിലാക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ മുതൽ നമ്മുടെ കൃത്യമായിട്ടുള്ള ആ ഒരു ഡയറ്റ് ഒന്ന് ശ്രദ്ധിക്കാൻ നമ്മൾ ശ്രമിക്കുക. അപ്പോൾ തന്നെ നമുക്ക് വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവില്ല. ഇപ്പം ഞാൻ പറഞ്ഞ പോലെ ഛർദി പോലുള്ള പ്രശ്നങ്ങൾ, നമുക്ക് ചെറിയൊരു ഓക്കാനം പോലെ അല്ലെങ്കിൽ നമുക്ക് വായിൽ ചെറിയൊരു ഉപ്പുരസം വന്നുകൊണ്ടിരിക്കുകയാണ്, നമുക്ക് വൊമിറ്റിംഗ് ടെൻഡൻസി ഉണ്ടാവുകയാണ്, നമുക്ക് ഈ വില്വാദി ഗുളിക ഇഞ്ചിനീരിനൊപ്പം കഴിക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ ആ ഒരു കംപ്ലയിൻറ്റ് നമുക്ക് പൂർണ്ണമായിട്ട് മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും. അതേപോലെ തന്നെയാണ് നമുക്ക് വയറിളക്കമാണ് ഈ ഒരു രീതിയിൽ ബുദ്ധിമുട്ടുണ്ടാവുന്നത്, നമുക്ക് മലം തന്നെ ദ്രവരൂപത്തിൽ പുറത്തേക്ക് ശ്രവിച്ചു പോകുന്നൊരവസ്ഥയാണ്. അത് കൂടുതലും 10ൽ കൂടുതൽ തവണ ചില സമയങ്ങളിൽ ഇങ്ങനെ ഉണ്ടാവാറുണ്ട്. അപ്പോഴേക്കും നമ്മുടെ ബോഡിയൊക്കെ വളരെ വീക്കായിട്ടുണ്ടാവും, നമ്മുടെ ഇലക്ട്രോലൈറ്റ്സ് ഒക്കെ ഇംബാലൻസ് ആയിട്ടുണ്ടാവും. അപ്പോൾ അതിനൊരു പരിധി വരെ നമ്മളൊരു 2 or 3 times കഴിഞ്ഞിട്ട് നമുക്കത് നിൽക്കുന്നില്ല, ഭയങ്കര ഇതായിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് അത് തന്നെ ഈ വില്വാദി ഗുളിക തേനിൽ ചേർത്തിട്ട് കഴിക്കാനായി പറയാറുണ്ട്. നമുക്ക് പെട്ടെന്ന് തന്നെ അത് സ്റ്റോപ്പ് ആവുന്നതിന്. എന്നാൽ നമുക്കിത് വയറിൽ കെട്ടിക്കിടക്കാന്നുള്ളൊരു പ്രശ്നം ഉണ്ടാവുന്നില്ല. കാരണം വില്വാദി ഗുളിക നമ്മുടെ ആ ഒരു വിഷത്തിനെ അവിടെ കൺട്രോൾ ചെയ്തുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ഇത് കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കാറുണ്ട്. എന്നിരുന്നാൽ പോലും ഈ ഒരു മരുന്ന് മാത്രം വെച്ചിട്ട് നമ്മൾ മുന്നോട്ട് പോകാന്നുള്ളതല്ല. ഇപ്പോൾ തന്നെ നമുക്ക് ഷിഗല്ല പോലുള്ള കണ്ടീഷൻസ്, മുമ്പ് നമുക്ക് എല്ലാത്തിനും കൂട്ടി നമ്മൾ വയറിളക്കം ഛർദി എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ ഇപ്പോൾ വലിയ വലിയ പേരുകളൊക്കെയാണ് ഷിഗല്ലോസിസ് എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ. നമ്മളൊരു ടൈപ്പ് ഓഫ് ഫുഡ് പോയ്സണിങ് ആണത്. അപ്പം നമുക്ക് ഈ പറയുന്ന പോലെ നമ്മൾ നല്ല രീതിയിൽ ഏതെങ്കിലും രീതിയിലുള്ള മലിനമായ ജലത്തിൽ ഉണ്ടാക്കിയതോ അല്ലെങ്കിൽ ഒന്നും വേണ്ട, നമ്മളിപ്പോൾ പാത്രം കഴുകുകയാണ്, നമ്മൾ ആ ജലം വൃത്തിഹീനമായ സാഹചര്യത്തിലാണ് ഉള്ളതെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന പോലുള്ള അണുബാധകൾ ഉണ്ടാവാനുള്ള ഒരു സാധ്യത കൂടുതലാണ്. അപ്പോൾ ഈ ഒരു കണ്ടീഷൻ്റെ ലക്ഷണം എന്ന് പറയുന്നത് നമുക്ക് ഈ ഒരു ഷിഗല്ലോസിസ് വന്ന ഒരു വ്യക്തിക്ക് നമുക്ക് അവരുടെ വയറിലും അതുപോലെ തന്നെ അടിവയറിലൊക്കെ ആയിട്ട് സൂചി കുത്തുന്ന പോലുള്ള
വേദനയാണ് ഉണ്ടാവാറുള്ളത്. ഇത് കൂടുതലായിട്ടും അവരുടെ ആ ഒരു കുടലിനെ തന്നെയാണ് ബാധിക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ആ ഒരു റിലേറ്റ് ചെയ്തിട്ടുള്ള സിംറ്റംസ്, വയറിളക്കം, ഛർദി, അതുപോലെ തന്നെ ഇതോടനുബന്ധമായിട്ടുള്ള പനി പോലുള്ള പ്രശ്നങ്ങളൊക്കെയാണ് ഷിഗലോസിസിന്റെ ലക്ഷണങ്ങൾ എന്ന് പറയുന്നത്. ഇതൊക്കെ കൃത്യസമയത്ത് നമ്മൾ ചികിത്സിച്ചില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് പോകാനും ഈവൻ മരണം വരെ സംഭവിക്കുന്നതിന് ഒരു കാരണമാവുന്നുണ്ട്. അതുപോലെ തന്നെ ഡോക്ടർ, മഞ്ഞപ്പിത്തം വളരെ പെട്ടെന്ന് പടർന്നു പിടിക്കുന്ന ഒരു രോഗമാണ്. മാത്രമല്ല ഇത് ഉള്ളിൽ പടർന്നു പിടിച്ചാൽ തന്നെ അത് കണ്ടെത്താനുള്ള ഒരു ബുദ്ധിമുട്ടും ഉണ്ട്. അപ്പൊ എങ്ങനെയാണ് അതിന്റെ ഒരു അവസ്ഥ വരുന്നത്? മഞ്ഞപ്പിത്തം ഈ പറയുന്നത് തന്നെയാണ് കാരണം. നമ്മൾ വൃത്തിഹീനമായ സാഹചര്യങ്ങളിൽ നിന്നുണ്ടാവുന്ന വെള്ളം, അതുപോലെ തന്നെ അങ്ങനെ കഴിക്കുന്ന ഭക്ഷണങ്ങൾ, ഇതിനൊക്കെ നമുക്ക് മഞ്ഞപ്പിത്തം പോലുള്ള പ്രശ്നങ്ങൾ വരാറുണ്ട്. അപ്പം ഇങ്ങനെ വരുമ്പോൾ നമുക്ക് ഇപ്പോൾ ഈ അടുത്ത് തന്നെ നമ്മൾ മലപ്പുറത്ത് ഒരുപാട് കേസുകൾ ഒരുമിച്ച് റിപ്പോർട്ട് ചെയ്തൊരു സാഹചര്യം ഉണ്ടായി. ഇപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു കാരണം എന്ന് പറയുന്നത് നമ്മൾ ആ ഒരു സാഹചര്യം, നമ്മൾ വൃത്തിഹീനമായിട്ടുള്ള സാഹചര്യങ്ങൾ തന്നെയാണ് ഈ രീതിയിലുള്ള അസുഖങ്ങൾ ഉണ്ടാക്കുന്നത്. അപ്പം ഇതിൻ്റെ ഒരു പ്രധാന ലക്ഷണം എന്ന് പറയുന്നത് പനി തന്നെയാണ്. പനിയോടൊപ്പം അനുബന്ധമായിട്ട് നമുക്ക് അമിതമായിട്ടുള്ള ക്ഷീണം ഉണ്ടാവാറുണ്ട്, ഛർദി പോലുള്ള ബുദ്ധിമുട്ടുകൾ. അതോടൊപ്പം തന്നെ നമുക്കൊരു 2 or 3 days കഴിയുമ്പോഴേക്കും നമുക്ക് കണ്ണിനും അതുപോലെ നഖങ്ങളിലൊക്കെ നമുക്ക് മഞ്ഞ നിറം, അതുപോലെ അവർ പാസ് ചെയ്യുന്ന യൂറിനിലും നല്ല ഈ രീതിയിലുള്ള ഒരു യെല്ലോയിഷ് ഡിസ്കളറേഷൻ നന്നായിട്ട് കാണാറുണ്ട്. അപ്പം ഇത് കൃത്യമായിട്ട് നമ്മൾ അതിൻ്റെതായിട്ടുള്ള ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ് ഒക്കെ കൃത്യമായി ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇത് തന്നെയാണോ കൺഫേം ചെയ്യാനായിട്ട് സാധിക്കും. അപ്പം ഒരിക്കലും ഇതൊന്നും ഹോം റെമഡീസ് മാത്രം വെച്ച് നമ്മൾ ഇരിക്കരുത്. കാരണം നമ്മൾ ഒരുപാട് ആളുകളെയായി കേൾക്കുന്നു നമ്മൾ ഈ മഞ്ഞപ്പിത്തം വെച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇത് ഈ ഒരു റിലേറ്റ് ചെയ്തിട്ട്, ഞാൻ മഴക്കാലങ്ങളിൽ മാത്രമല്ലാതെ നമുക്ക് ഹെപ്പറ്റൈറ്റിസ് പോലുള്ള ഒരുപാട് അസുഖങ്ങൾ വേറെ ഉണ്ട്. ഇതിപ്പോൾ പറയുന്നത് ഈ നമ്മൾ ഈ ഒരു കാലഘട്ടത്തിൽ കാണുന്നതാണ്. ഇത് നമുക്ക് പെട്ടെന്ന് തന്നെ മാറ്റിയെടുക്കാവുന്നതാണ്. കൃത്യമായിട്ടുള്ള മെഡിക്കേഷൻസ് കഴിക്കുകയാണ്. അതോടൊപ്പം തന്നെ നമ്മൾ ഇതിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് വരാതിരിക്കാനുള്ള നമ്മൾ മുൻകരുതൽ എടുക്കുക. നമ്മൾ പുറത്തേക്കൊക്കെ പോകുമ്പോൾ നമ്മൾ എല്ലായിടത്തുനിന്നും പോയി വെള്ളം വാങ്ങി കുടിക്കുക എന്നുള്ള ഒരു ശീലം നമ്മൾ ആദ്യം മാറ്റം. എപ്പോഴും ഒരു ബോട്ടിൽ വെള്ളം നമ്മൾ തിളപ്പിച്ചാറിയ വെള്ളം നമ്മുടെ കയ്യിൽ തന്നെ സൂക്ഷിക്കുക. നമ്മൾ ഒരു കാരണവശാലും ഈ ഒരു കാലഘട്ടത്തിൽ നമ്മൾ ജ്യൂസ് ആയിക്കോട്ടെ എന്തായിക്കോട്ടെ, നമുക്ക് അവർ എത്രത്തോളം സാനിറ്റേഷൻ പാലിച്ചിട്ടാണ് ഇത് ചെയ്യുന്നതെന്ന് നമുക്കൊരു ഉറപ്പില്ല. അതല്ലെങ്കിൽ നമ്മൾ അങ്ങനെ ഉറപ്പുള്ള ഒരു സ്ഥലങ്ങളിൽ നിന്ന് മാത്രം വെള്ളം പോലും നമ്മൾ വാങ്ങി കുടിക്കുന്നതിന് അത്രയധികം ശ്രദ്ധിക്കേണ്ടതാണ്. അതല്ല നമ്മൾ ഭക്ഷണം പുറത്തുനിന്ന് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് കൃത്യമായിട്ടുള്ള വേവാത്ത രീതിയിലുള്ള ഭക്ഷണമാണ്, അല്ലെങ്കിൽ നമ്മൾ അതിൽ ഉപയോഗിക്കുന്ന വെള്ളം നമ്മൾ കൃത്യമായിട്ട് അല്ലെങ്കിൽ മലിനമായിട്ടുള്ള ജലമാണ് ഉപയോഗിക്കുന്നതെന്നുണ്ടെങ്കിൽ അപ്പോഴും നമുക്ക് ഈ ഒരു രീതിയിലുള്ള അസുഖങ്ങൾ വരാനുള്ള ഒരു സാധ്യത അവിടെ ഉണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ ഇതൊക്കെ കണക്കാക്കിയിട്ട് നമ്മളൊരു വരാതിരിക്കാനുള്ള മുൻകരുതലുകൾ തീർച്ചയായിട്ടും എടുക്കേണ്ടതുണ്ട്. ഡോക്ടർ, അതുപോലെ തന്നെ ഇപ്പോൾ അമീബിക് ഡിസീസ്, ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ഒരാഴ്ചയ്ക്ക് മുൻപാണ് ഒരു കുട്ടി മരിക്കില്ല. അത് വലിയൊരു കാരണം നമ്മുടെ ശരീരത്തിലേക്ക് കയറിയിട്ടുണ്ട് എന്ന് തിരിച്ചറിയാൻ പറ്റുന്നില്ല, പിന്നെ മരണം സംഭവിക്കുന്ന ഒരവസ്ഥയാണ്. പ്രത്യേകിച്ച് കുട്ടികളെ അക്കാര്യത്തിൽ കുറച്ചും കൂടി ശ്രദ്ധിക്കേണ്ടതില്ലേ? തീർച്ചയായിട്ടും നമ്മൾ കുട്ടികളാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. ഇതിൽ ഒരു കാരണം നമ്മൾ അവർ പറഞ്ഞിട്ടുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കുട്ടി കുളിച്ച സ്വിമ്മിംഗ് പൂള് കൃത്യമായിട്ട് സാനിറ്റേഷൻ നടക്കാത്തതോ അല്ലെങ്കിൽ ക്ലോറിനേഷൻ നടത്താത്തതോ ആയിരുന്നു, അതാവാം കാരണം എന്നാണ് പറയുന്നത്. യൂഷ്വലി അമീബ എന്ന് പറയുന്ന ഒരു പാരസൈറ്റ് ആണ്. അപ്പോൾ ഈ ഒരു പാരസൈറ്റ് അമീബ എൻറ്റമീബ ഹിസ്റ്റോലിറ്റിക്ക എന്ന് പറയുന്ന ഒരു പ്രോട്ടോസോവൻ ആണ് ഇതിനൊരു കാരണമാവുന്നത്. ഇത് അമീബിക് ഡിസെൻട്രി, അമീബിക് ജ്വരം എന്നൊക്കെയുള്ള രീതിയിലാണ് നമ്മൾ പറയാറുള്ളത്. ഇതും ഈ പറയുന്നത് പോലെ കുടലിനെയാണ് ബാധിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇത് ശരീരത്തിനകത്തേക്ക് കയറി കഴിഞ്ഞാൽ അതിന് കൃത്യമായിട്ടുള്ള സാഹചര്യം വരുമ്പോൾ അത് പെറ്റ് പെരുകുന്നതിന്, അതിന് കൗണ്ട് പെട്ടെന്ന് തന്നെ കൂടുന്നതിനൊരു കാരണമാവുന്നുണ്ട്. അപ്പം അങ്ങനെ വരുമ്പോൾ അതിനോട് റിലേറ്റ് ചെയ്തിട്ട് തന്നെ അവർക്ക് പനി, അമിതമായിട്ടുള്ള ക്ഷീണം, തലവേദന, പിന്നെ വയറുവേദന, ഈ രീതിയിലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ അവിടെയും കാണിക്കാറുണ്ട്. പക്ഷേ നമ്മൾ ഈ പറയുന്ന പോലെ ലക്ഷണങ്ങൾ വെച്ചിട്ട് നമ്മൾ ഈ ഒരു അസുഖം ഇത് തന്നെയാണ് എന്ന് ഉറപ്പാക്കാൻ പലപ്പോഴും നമുക്ക് സാധിക്കാറില്ല എന്നുള്ളതാണ്. നമുക്ക് സ്റ്റൂൾ കൾച്ചർ പോലുള്ള ടെസ്റ്റുകളൊക്കെ വളരെ അനിവാര്യമാണ്. കാരണം ഏത് ടൈപ്പ് ഓഫ് ബാക്ടീരിയ അല്ലെങ്കിൽ ഏത് ടൈപ്പ് ഓഫ് ഓർഗാനിസം ആണ് അവിടെ ഉള്ളത് എന്ന് കൃത്യമായിട്ട് നമ്മൾ തിരിച്ചറിഞ്ഞിട്ട് വേണം അതിനെ ചികിത്സിക്കാൻ. ഒരു വൈറലായിട്ടുള്ള ഒരു ഇൻഫെക്ഷൻ ആണോ, അല്ലെങ്കിൽ ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ആണോ, അല്ലെങ്കിൽ ഈ പറയുന്ന പ്രോട്ടോസോവൻ ഇൻഫെക്ഷൻസ് ആണോ എന്ന് കൃത്യമായി നമ്മൾ അത് തിരിച്ചറിഞ്ഞിട്ടുള്ള ഒരു ചികിത്സ തന്നെയാണ് അവിടെ ഏറ്റവും അനിവാര്യം. ഒരിക്കലും ലക്ഷണം വെച്ചിട്ട് നമ്മുടെ ഒരു ഊഹമാണ് ഓക്കെ ഇത് ഇന്ന അസുഖമായിരിക്കാം. നമുക്കിപ്പോൾ നേരത്തെ സൂചിപ്പിച്ച പോലെ ഡെങ്കിപ്പനിക്ക് ഞാൻ പറഞ്ഞു അമിതമായിട്ടുള്ള ബോഡി പെയിൻ ഉണ്ടാവും, സാധ്യതയുണ്ട് പറഞ്ഞു. എലിപ്പനി ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിലൊക്കെ കോമൺ ആയിട്ട് പനി ഒരു ലക്ഷണം തന്നെയാണ്. നമ്മളതിനെ എങ്ങനെ എടുക്കുന്നു എന്നുള്ളതാണ്. നമ്മൾ മിക്ക ഓരോരുത്തരുടെയും ആരോഗ്യ അവസ്ഥ ാണ്. അപ്പൊ ഒരാൾക്ക് തോന്നുന്ന വേദന കൂടുതലുള്ള ആളുകൾക്ക് അതിൻ്റെതായ കുറച്ച് ലക്ഷണങ്ങളായിരിക്കും ഇരിക്കുന്നത്. അല്ലെങ്കിൽ മാത്രമല്ല അവർക്ക് അത് സഹിക്കാനുള്ള ഒരു ഇത് ഓരോരുത്തരുടെയും ടോളറൻസ് ഡിഫറൻസ് ആണ്. അപ്പൊ നമ്മൾ പെയിന്റെ സ്കെയിൽ ഒരിക്കലും നമുക്ക് കൃത്യമായിട്ട് അളക്കാൻ സാധിക്കാറില്ല. കാരണം ഓരോരുത്തരുടെയും
ആ ഒരു ടോളറൻസ് കപ്പാസിറ്റിയിലാണ് നമുക്കത് പറയാൻ പറ്റുള്ളൂ. ഇപ്പൊ എനിക്ക് വേദന ഉണ്ടെന്ന് പറയണം, മറ്റൊരാൾക്ക് അത് എത്രത്തോളം ഉണ്ട് നമുക്ക് കൃത്യമായിട്ട് അളക്കാൻ സാധിക്കാറില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു ബോഡി പെയിൻ എന്നൊക്കെ പറയുന്നത് നമുക്ക് അവരുടേതായിട്ടുള്ള ഒരു ലക്ഷണങ്ങളാണ്. അപ്പൊ അത് നമുക്ക് ഒരിക്കലും വിലയിരുത്താനായി സാധിക്കില്ല. കൃത്യമായിട്ടുള്ള ടെസ്റ്റുകൾ തന്നെയാണ് അവിടെ നമുക്ക് ഇന്ന ടൈപ്പ് ഓഫ് ഡിസീസ് ആണ് എന്ന് മനസ്സിലാക്കാൻ അനിവാര്യം. ഇപ്പൊ എലിപ്പനി പറയുമ്പോൾ നമുക്ക് അതിനോടൊപ്പം തന്നെ ശക്തമായ പനി ഉണ്ടാവും, ഇതോടൊപ്പം തന്നെ കണ്ണിന് ഒരു ചുവപ്പ്, ഇതോടൊപ്പം തന്നെ ഛർദി, ഈ ഒരു രീതിയിലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ സിംറ്റംസ് ഒക്കെ ഏകദേശം ഒരേ പരിധി വരെ സിമിലർ തന്നെയാണ്. ഇപ്പൊ നമ്മൾ ഡെങ്കിപ്പനിക്ക് മാത്രമാണ് നമുക്ക് ഈ ചുവന്ന കുരുക്കളൊക്കെ ദേഹത്താകമാനം കാണാം എന്ന് പറയുന്ന ഒരു ലക്ഷണങ്ങളൊക്കെ പറയുന്നത്. അപ്പൊ നമ്മൾ യൂഷ്വലി ഒരു മഴക്കാലമൊക്കെ തുടങ്ങിക്കഴിഞ്ഞാൽ ചിക്കൻ ബോക്സ് പോലുള്ള പ്രശ്നങ്ങളൊക്കെ ഇല്ല എന്നാണ് പറയാ. യൂഷ്വലി അത് ചൂടിന്റെ സമയത്താണ്, ഹ്യൂമിഡിറ്റി കൂടുമ്പോഴാണ് വരാറുള്ളത്. പക്ഷെ ഇപ്പോഴും നമുക്കത് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കാരണം അതിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മഴക്കാലം എന്ന് പറഞ്ഞാലും കണ്ടിന്യൂസ് ആയിട്ട് മഴ മാത്രമല്ല, ഇതിനോടനുബന്ധിച്ച് ഇടയ്ക്ക് നമുക്ക് നല്ല ശക്തിയായിട്ടുള്ള വെയിൽ വരുന്നുണ്ട്. പിന്നെ നമ്മുടെ ഹ്യൂമിഡിറ്റി കൂട്ടുന്നതിനും ഇതുമൂലം നമ്മുടെ ഈ ഒരു രീതിയിലുള്ള വൈറസൊക്കെ പെട്ടെന്ന് തന്നെ അത് വലുതാവുന്നതിനൊക്കെ ഒരു കാരണമാവുന്നുണ്ട്. അപ്പൊ അത് ഈ ഒരു രീതിയിലുള്ള അസുഖങ്ങളും ഇന്നും ഈ ഒരു ചിക്കൻ പോക്സും ഇപ്പോഴും റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ഈ ഒരു കാര്യം പലതരത്തിലുള്ള അസുഖങ്ങളാണ് ഈ ഒരു കാലാവസ്ഥയിൽ വന്നുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ വളം കടി, അത് പ്രത്യേകിച്ച് പ്രായമായവരൊക്കെ ഏറ്റവും കൂടുതൽ പറയുന്ന ഒരു കാര്യമാണ്. നമ്മൾ ഈ വളംകടി പറയുന്ന പോലെ നമ്മൾ പറമ്പിലൊക്കെ പോവുക അല്ലെങ്കിൽ ചെരുപ്പിടാതെ നടക്കുകയൊക്കെ ചെയ്യുമ്പോഴാണ് യൂഷ്വലി, അത് ഇന്നത്തെ ജനറേഷനിൽ വളരെ കുറവാണ് വേണമെങ്കിൽ പറയാം. പക്ഷെ ഇപ്പോഴും ആ ഒരു പ്രായത്തിലുള്ള ആളുകളൊക്കെ നമ്മൾ ഒന്ന് ജസ്റ്റ് പറമ്പിലൊക്കെ ഒന്ന് പോയി വന്നതാണ് എന്ന് പറയുമ്പോഴേക്കും കാലിൻ്റെ ഇടയിലുള്ള ആ ത്വക്കിൽ അമിതമായി പഴുക്കുകയും അല്ലെങ്കിൽ അതിൽ അമിതമായി അസഹ്യമായിട്ടുള്ള ചൊറിച്ചിലൊക്കെയാണ് ഈ വളംകടിയുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുമ്പോൾ. അപ്പം അങ്ങനെ വരുമ്പോൾ നമ്മൾ ഈ ഒരു സാഹചര്യത്തിലേക്ക് പോകുമ്പോൾ നമ്മൾ നിർബന്ധമായിട്ടും ചെരുപ്പ് ധരിക്കുക എന്നുള്ളത് അതോടൊപ്പം തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതോടൊപ്പം തന്നെ ഇത് വരുന്നതിന് മുമ്പായിട്ട് തന്നെ അപ്പം നമുക്ക് ഒരിക്കലെങ്കിലും വന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പുറത്ത് പോയി വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ നമുക്ക് ഇളം ചൂടുള്ള വെള്ളത്തിൽ ഒന്ന് കാല് ഇപ്പം വേണമെങ്കിൽ ഉപ്പിട്ടിട്ട് നമുക്ക് കാലൊക്കെ ഒന്ന് കഴുകുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഇത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി നമുക്ക് ചെറിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുണ്ട്, ചെറിയ ചൊറിച്ചിലൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഉപ്പുവെള്ളത്തിനേക്കാൾ ഉപരി നമുക്ക് കുറച്ചും കൂടി നല്ലത് എന്ന് പറയുന്നത് ആര്യവേപ്പും പച്ചമഞ്ഞളും കൂടി ഇട്ട് തിളപ്പിച്ച വെള്ളം ഇതേപോലെ തന്നെ ഒന്ന് കാല് കഴുകാനൊക്കെ ആയിട്ട് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഇത് നമുക്ക് മാറ്റിയെടുക്കാനായി സാധിക്കും. അല്ലെങ്കിൽ നമുക്ക് ത്രിഫല ചൂർണം ഈ പറയുന്നത് പോലെ തന്നെ നമുക്ക് വളരെ എഫക്റ്റീവായിട്ട് ഈ ഒരു രീതിയിലുള്ള എന്ത് രീതിയിലുള്ള ഇൻഫെക്ഷൻ ആണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ മാറ്റാൻ ഹെൽപ്ഫുള്ളാണ്. അപ്പോൾ ത്രിഫല ചൂർണം നമുക്ക് വാങ്ങാൻ കിട്ടും. ഇത് നമുക്കൊരു 2 or 3 ടീസ്പൂൺസ് 2 ലിറ്റർ വെള്ളത്തിലിട്ട് തിളപ്പിച്ച് ഇളം ചൂടോട് കൂടിയിട്ട് കാലൽപ്പം നേരം മുക്കി വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനുശേഷം മുക്കി വെച്ചതിന് ശേഷം നമുക്ക് നല്ലൊരു സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടൺ തുണി ഉപയോഗിച്ച് നന്നായിട്ട് ഈർപ്പമെല്ലാം തുടച്ചെടുക്കുക. ഈ ഒരു രീതിയിൽ നമ്മൾ കൃത്യമായിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഈ ഒരു വളംകടി പോലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ മാറാറുണ്ട്. ഇനി ചില കേസുകളിൽ അവിടെ ചെറിയൊരു പഴുപ്പ് പോലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ അവിടെ പുകയ്ക്കൽ ഫ്യൂമിഗേഷൻ വളരെ നല്ലതാണ്. അപ്പോൾ അത് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് യൂഷ്വലി നമുക്ക് ഈ വേപ്പിൻ്റെ ഇല, നമ്മൾ ഉണങ്ങിയ വേപ്പിൻ്റെ ഇല ഉപയോഗിച്ചിട്ട് നമുക്ക് ആ ഭാഗത്തൊക്കെ ഒന്ന് പുകയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അത് ഉണങ്ങാൻ ഫംഗസ് ആണ്, അത് ഒരു ടൈപ്പ് ഓഫ് ഫംഗൽ ഡിസോർഡർ തന്നെയാണ്. അത് നമുക്ക് മെയിൻലി നമുക്ക് ഈർപ്പൊക്കെ കെട്ടിക്കിടക്കുന്ന എവിടെയും ഇത് വരാം. അപ്പം അത് കോമൺലി നമ്മൾ കാണുന്നത് കാലിൻ്റെ ഇടയിലാണ്, ഇടുക്കുകളിലാണ് കൂടുതലായിട്ടും കാണാറുള്ളത്. അപ്പം ഈ ഒരു രീതിയിൽ ചെയ്യുകയാണെങ്കിൽ വളരെ നല്ലതാണ്. ഇതോടൊപ്പം തന്നെ സ്ത്രീകളിൽ വരുന്ന മറ്റൊരു പ്രശ്നമാണ് നമുക്ക് അവരുടെ ഗുഹ്യഭാഗങ്ങളിലും ഇതേ രീതിയിലുള്ള ഫംഗൽ ഗ്രോത്ത്സ്. അതിനൊരു പ്രധാന കാരണം നമ്മൾ മഴക്കാലത്ത് നമ്മൾ ധരിക്കുന്ന വസ്ത്രങ്ങൾ കൃത്യമായി ഉണങ്ങാതെ വരുമ്പോൾ ഈ ഒരു പ്രശ്നം ഉണ്ടാവാറുണ്ട്. അപ്പോൾ അത് യൂഷ്വലി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമുക്ക് അത് വരാതിരിക്കാനുള്ള ഒരു മുൻകരുതൽ എന്ന നിലയ്ക്ക് നമ്മൾ ഒരു സ്ഥലത്തും ഈർപ്പം കെട്ടിക്കിടക്കാതിരിക്കാൻ നമ്മൾ കൃത്യമായി ശ്രദ്ധിക്കേണ്ടതുണ്ട്. എപ്പോഴും നമ്മളൊരു കോട്ടൺ തുണി, ഒരു സോഫ്റ്റ് ആയിട്ട് ഒരു കോട്ടൺ തുണി ഈർപ്പുണ്ടെങ്കിൽ കൈയോടെ അത് തുടച്ചെടുക്കുക എന്നുള്ള ഒരു രീതി നമ്മൾ ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള ഫംഗൽ ഗ്രോത്ത് നമുക്ക് തുടങ്ങാതിരിക്കും. ഫംഗൽ ഗ്രോത്തിൻ്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഇത് തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ ഒരു കൺട്രോൾ വരാൻ ഒരുപാട് സമയമെടുക്കും. നമ്മൾ കൃത്യമായിട്ടുള്ള ആ ഒരു ശ്രദ്ധ കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ പഴയപടി തന്നെ ഇത് വരാനും ഒരു കാരണമാവുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന വസ്ത്രങ്ങളെല്ലാം നമ്മൾ ഇളം ചൂടുള്ള വെള്ളത്തിൽ അങ്ങനെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഇളം ചൂടുള്ള വെള്ളത്തിൽ ഡ്രസ്സ് കഴുകിയെടുക്കുന്നതിന് ഈ അതെല്ലാം ഡ്രസ്സ് കൃത്യമായിട്ട് ഉണങ്ങുന്നില്ല എന്നൊക്കെ തോന്നുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അപരാജിത ധൂപചൂർണം പോലെയുള്ള ഇതൊക്കെ നമുക്കൊന്ന് പുകച്ചെടുത്തിട്ട് ശേഷം നമുക്കത് യൂസ് ചെയ്യുകയാണെങ്കിലും വളരെ നല്ലതാണ്. ഡോക്ടർ, അതുപോലെ തന്നെ ആസ്മ പോലുള്ള ബുദ്ധിമുട്ടുകൾ, പ്രത്യേകിച്ച് ഈ മഴക്കാലത്ത് തണുപ്പൊക്കെ ആണെങ്കിൽ വലിയ ഒരു രീതിയിലുള്ള ബുദ്ധിമുട്ടാണ് അത്തരത്തിലുള്ള രോഗികൾ അനുഭവിക്കാറുള്ളത്. അത് ഈ ഒരു സമയത്ത് അത് കൂടാനുള്ള കാരണം ഈ ഒരു അലർജിക് പ്രോബ്ലം ആണോ? തീർച്ചയായിട്ടും നമ്മൾ മഴക്കാലം പോലുള്ള സാഹചര്യങ്ങളിൽ നമ്മുടെ വീട്ടിലുള്ള തടി പോലുള്ളതിലൊക്കെ പൂപ്പൽ ബാധ കൂടുതലായിട്ടും വരാറുണ്ട്.
അപ്പം മിക്കവാറും നമ്മൾ ഒന്ന് വീട്ടിൽ എന്തെങ്കിലും ഒന്നും വേണ്ട, ഒരു ഫോട്ടോ ഫ്രെയിം വെക്കുകയാണ്, നമ്മളൊരു കുറച്ച് ദിവസത്തിന് ശേഷം അത് നോക്കുകയാണെങ്കിൽ കാണാം അതിന് ചുറ്റും നമുക്ക് ചെറിയൊരു വെള്ളപ്പൂപ്പൽ പോലെയൊക്കെ വരുന്നത്. കാരണം അത് നമ്മുടെ ആ ഒരു ഇതിലുള്ള ഹ്യൂമിഡിറ്റി, ആ ഒരു ഈർപ്പം നിലനിൽക്കുന്നത് കൊണ്ടാണ് ആ ഒരു രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ യൂഷ്വലി ഈ ആസ്മ എന്ന് പറയുന്നതിന് മിക്ക ആളുകൾക്കും അതിൽ അലർജിയുടെ ആ ഒരു ഇത് വളരെ കൂടുതലായിരിക്കും. അപ്പം അങ്ങനെ ഒരു ബുദ്ധിമുട്ടുള്ള ആളുകൾക്ക് ഈ ഒരു കാലാവസ്ഥയിൽ ഈർപ്പവും അതോടൊപ്പം തന്നെ ഇടയ്ക്കിടെ വരുന്ന ആ ഒരു അമിതമായിട്ടുള്ള ഉഷ്ണം മൂലം ഉണ്ടാകുന്ന ഹ്യൂമിഡിറ്റി കൂടുതലും, ഇതൊക്കെ അവരുടെ ആസ്മ ട്രിഗർ ചെയ്യാനുള്ളൊരു കാരണമാവുന്നുണ്ട്. ആസ്മ എന്ന് പറയുമ്പോൾ മിക്ക ആളുകൾക്കും ഓരോ രീതിയിലുള്ള ട്രിഗറിങ് ഫാക്ടേഴ്സ് ആയിരിക്കും. ചില ആളുകൾക്ക് ഇത് തണുപ്പായിരിക്കും. തണുപ്പാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഈ പറയുന്ന പോലെ ചില ദിവസങ്ങളിൽ നമുക്ക് നല്ല രീതിയിൽ ആ ഒരു തണുപ്പ് നിലനിൽക്കുന്നുണ്ട്, അല്ലെങ്കിൽ നല്ലൊരു മഴ പെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു തണുപ്പും ഇതൊക്കെ അവരുടെ ഒരു ബുദ്ധിമുട്ട് ട്രിഗർ ആവാറുണ്ട്. പക്ഷേ യൂഷ്വലി ആസ്മ രോഗികൾ കൂടുതലായിട്ടും റിപ്പോർട്ട് ചെയ്യുന്നത് ഹ്യൂമിഡിറ്റി ആണ് അവർക്ക് ബുദ്ധിമുട്ട് കൂടുതലായിട്ട് ഉണ്ടാക്കുന്നത്. അവർക്ക് ശ്വാസം മുട്ടുന്ന ആരോ വായ വന്ന് പൊത്തുന്ന പോലുള്ള ബുദ്ധിമുട്ടാണ് എന്നുള്ള രീതിയിലാണ് എല്ലാവരും പറയാറുള്ളത്. അപ്പം അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്കതിന് മുന്നോടിയായിട്ട് നമ്മൾ എന്തൊക്കെ കരുതലെടുക്കണം എന്നുള്ളത് നമ്മൾ മുൻകൂട്ടി ശ്രദ്ധിക്കുക. ഇടയ്ക്കിടെ ഇളം ചൂടുള്ള വെള്ളം കുടിക്കുക. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ അതിൽ തന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ചിട്ടിട്ടുള്ള ഇളം ചൂടുള്ള വെള്ളം അല്പാൽപമായി പലവട്ടമായിട്ട് കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പരിധി വരെ ഈ ഒരു കഫത്തിന്റെ ഒരു ഇത് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നതാണ്. ഇനി അതല്ല നമുക്ക് ചെറിയൊരു കഫക്കെട്ട് പോലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യാവുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്കൊരു 6 ഗ്രാമ്പ് നമുക്കൊരു ഗ്ലാസ് വെള്ളത്തിലിട്ട് തിളപ്പിച്ച് ഏകദേശം 1/2 ഗ്ലാസ്സായി വറ്റിച്ച് അരിച്ചെടുക്കുക. അതിലേക്ക് ഒരു 1/2 സ്പൂണ് തേൻ ചേർത്തിട്ട് നമ്മളൊരു 3 ദിവസത്തിലൊരു 3 വട്ടമായിട്ടൊക്കെ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു കഫത്തിന്റെ ആ ഒരു ഇതൊക്കെ കഫം ക്ലിയർ ചെയ്യുന്നതിനൊക്കെ വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതേപോലെ തന്നെയാണ് നമുക്ക് സൈനസൈറ്റിസും, ഈ പറഞ്ഞതുപോലെ തന്നെയാണ് സൈനസൈറ്റിസും ഈ പറയുന്ന പോലെ നമുക്ക് ഈ ഒരു തണുപ്പൊക്കെ കൂടുന്ന സമയത്ത് മിക്ക ആളുകൾക്ക് ഇവിടെയൊക്കെ കഫം കെട്ടിയ പോലെ അല്ലെങ്കിൽ തല കുനിക്കുമ്പോഴൊക്കെ അമിതമായിട്ടുണ്ടാവുന്ന വേദന പോലുള്ള പ്രശ്നങ്ങളൊക്കെ പറയാറുണ്ട്. അപ്പം അങ്ങനെ വരുമ്പോൾ ദിവസവും ഒരു നേരം നമ്മൾ പനിക്കൂർക്കയോ അല്ലെങ്കിൽ അയമോദകമൊക്കെ ഇട്ടിട്ടുള്ള ആ ഒരു വെള്ളം കൊണ്ട് ഒന്ന് ആവി കൊള്ളുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഈ ഒരു ബുദ്ധിമുട്ട് അല്ലെങ്കിൽ സൈനസൈറ്റിസ് നല്ല തീവ്രമായി കഴിഞ്ഞാൽ ഇടയ്ക്കിടെ വിട്ടുമാറാത്ത തലവേദന ഉണ്ടാവാനുള്ള ഒരു സാധ്യതയുണ്ട്. അത് വരുന്നതിന് മുന്നോടിയായിട്ട് ഈ ഒരു രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ ഇത് കൺട്രോൾ ചെയ്തെടുക്കാനായി സാധിക്കും. ഈ കോളറ, ടൈഫോയിഡ് അതൊക്കെ ഈ ഒരു കാലത്തിനോടനുബന്ധിച്ച് വരുന്ന, നമ്മൾ കോളറയൊക്കെ ഒരു പരിധി വരെ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ കുറഞ്ഞു തുടങ്ങിയിരിക്കുന്നു. പക്ഷെ ഇപ്പോഴും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ കോളറയിൽ എടുത്തു പറയാവുന്ന ഒരു ലക്ഷണം എന്ന് പറയുന്നത് അവർ പാസ് ചെയ്യുന്ന സ്റ്റൂൾസ്, നമ്മൾ കഞ്ഞിവെള്ളം പോലെയുള്ള സ്റ്റൂൾസ് ആണ് അവർ വയറിളക്കത്തോടനുബന്ധിച്ച് അവർ പാസ് ചെയ്യാറുള്ളത്. അതൊരു എടുത്തു പറയാവുന്ന ഒരു ക്ലിനിക്കൽ ഫീച്ചറാണ്. അതോടൊപ്പം തന്നെ അവർക്ക് ഉണ്ടാവുന്നതാണ് വയറിളക്കം ഉണ്ടാവും, ഛർദി ഉണ്ടാവാറുണ്ട്, വയറുവേദന പോലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഇതോടനുബന്ധമായിട്ട് ഉണ്ടാവാറുണ്ട്. ഇതോടൊപ്പം തന്നെ പേശിപ്പിടുത്തം, നമുക്ക് മസിൽ പെയിന് മസിൽ ക്രാംസ് ഭയങ്കരമായിരിക്കും. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ യൂഷ്വലി ഡീഹൈഡ്രേഷൻ ഉണ്ടായ സാഹചര്യങ്ങളൊക്കെ നമുക്ക് ഈ രീതിയിലുള്ള മസിൽ ക്രാംസ് ഉണ്ടാവാറുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ അത് കൃത്യമായിട്ട് ഇലക്ട്രോലൈറ്റ്സ് ഇംബാലൻസ് ക്ലിയർ ചെയ്യുന്ന രീതിയിലുള്ള കാര്യങ്ങൾ അതിൽ അങ്ങനെ രീതിയിൽ നമ്മൾ ഏതെങ്കിലും രീതിയിലുള്ള നിർജ്ജലീകരണം ശരീരത്തിൽ സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാവുന്ന ഒരേ ഒരു ഏറ്റവും എളുപ്പത്തിൽ കിട്ടാവുന്ന ഒന്നാണ് ഇളനീര്. ഈ കരിക്കും വെള്ളത്തിൽ നമ്മൾ അല്പം ഏലക്കായയും കൂടി പൊടിച്ച് ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ അത് പെട്ടെന്ന് തന്നെ നമുക്കത് ക്ലിയർ ചെയ്തെടുക്കാനൊക്കെ നല്ലതാണ്. അതേപോലെ തന്നെയാണ് കരിമ്പിൻ നീര്. നമുക്കത് ഇലക്ട്രോലൈറ്റ് ഇംബാലൻസ് പോലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് ബോഡിയിൽ നമ്മളൊരു ട്രിപ്പൊക്കെ കയറ്റുന്ന അതേ രീതിയിൽ തന്നെ പെട്ടെന്ന് തന്നെ നമുക്കിതൊക്കെ മാറ്റിയെടുക്കാനായിട്ട് സാധിക്കാറുണ്ട്. ടൈഫോയിഡും ഈ പറയുന്ന പോലെ തന്നെയാണ്. ടൈഫോയിഡ് വന്ന ഒരു വ്യക്തിക്ക് സാൽമണല്ല ടൈഫൈ എന്ന് പറയുന്ന ഒരു ബാക്ടീരിയ ആണ് ഇത് ഉണ്ടാക്കുന്നത്. ഇത് വന്ന് കഴിഞ്ഞാൽ മിക്കവാറും ഇവരുടെ മറ്റൊരു ക്ലിനിക്കൽ ഫീച്ചർ എന്ന് പറയുന്നത് അവർ മലം പുറത്ത് പോകുമ്പോൾ കറുത്ത നിറത്തിലുള്ള മലമാണ് സ്രവിച്ചു പോകുന്നതായി കാണാറുള്ളത്. മാത്രമല്ല അതോടൊപ്പം തന്നെ പനി, വയറുവേദന, കടുത്ത ക്ഷീണം പോലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവാറുണ്ടെങ്കിലും ഇവർ മിക്കവാറും പാസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഇവരെ വിസർജ്യത്തിലൂടെ തന്നെ ഏകദേശം 2 മാസത്തോളം മറ്റൊരാളിലേക്ക് പകരാനുള്ള രീതിയിലുള്ള ആ ഒരു ബാക്ടീരിയ പുറത്തേക്ക് തള്ളുന്നുണ്ട് എന്നുള്ളതാണ് കണക്ക്. അപ്പം അതുകൊണ്ട് തന്നെ ഈ ഒരു രീതിയിൽ നമ്മൾ മിക്ക ആളുകൾ ഇപ്പോഴും ഒരു പബ്ലിക് പ്ലേസസിൽ നമ്മൾ മലമൂത്ര വിസർജനം നടത്തുന്ന സമയത്ത് ഇത് ദൂരദേശങ്ങളിലേക്ക് വരാം അല്ലെങ്കിൽ ആ വെള്ളത്തിലൂടെ അടുത്ത സ്ഥലത്തേക്ക് പകരുന്നതിനൊക്കെ വളരെ ഒരു പ്രധാന കാരണമാവുന്നുണ്ട്. നമ്മൾ ഒരുപാട് മാറ്റമൊക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിലും ഇപ്പോഴും ഈ ഒരു രീതിയിൽ പിന്തുടരുന്നവരുണ്ട്. അത് നമുക്ക് മറ്റൊരാളിലേക്ക് അസുഖം പകരുന്നതിനൊരു കാരണമാവുന്നുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ പരിസര ശുചിത്വം, അതുപോലെ തന്നെ വ്യക്തി ശുചിത്വം, നമ്മുടെ ആരോഗ്യം, ഇത്രയും കാര്യങ്ങൾ കൃത്യമായിട്ട് നമ്മൾ സൂക്ഷിക്കുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ നമ്മൾ മൊത്തത്തിൽ നമുക്ക് ഈ ഒരു രോഗങ്ങളെ പൂർണ്ണമായിട്ട് നമുക്ക് ചെറുത്ത് നിൽക്കാനായിട്ട് സാധിക്കുന്നതാണ്.
ഓക്കെ ഡോക്ടർ, ഇന്ന് നമ്മൾ ഒരുപാട് മഴക്കാല രോഗങ്ങളെക്കുറിച്ച് പറഞ്ഞു. എന്തായാലും ഇതിൻ്റെ ഒരു പ്രതിവിധികൾ അറിയാൻ ആളുകൾക്ക് എന്തായാലും താല്പര്യം ഉണ്ടാവും. എന്തായാലും ഇന്നത്തെ സമയം കഴിയുകയാണ്. ഇന്ന് ആരോഗ്യരംഗം ചർച്ച ചെയ്തത് മഴക്കാല രോഗങ്ങളെക്കുറിച്ചാണ്. ഒരുപാട് പടർന്നു പിടിക്കുന്ന രോഗങ്ങളും അതിൻ്റെ ലക്ഷണങ്ങളാണ് ഇന്ന് നമ്മൾ സംസാരിച്ചത്. ഇനി ഇതിനുള്ള പ്രതിവിധി എന്താണ്, എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇതെല്ലാം അടുത്ത ആഴ്ചയിലെ എപ്പിസോഡിൽ കാണാം. ആരോഗ്യരംഗത്തിൻ്റെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ്. നന്ദി, നമസ്കാരം.